നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം തുടങ്ങി. ഞായറാഴ്ചയിലെ വാരാന്ത്യ ലോക്ഡൌൺ തുടർന്നേക്കും. പൊതുയിടങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയേക്കും. ലോക്ഡൌൺ നടപ്പാക്കുന്നതിൽ നിലവിലെ രീതി തുടരും. പരിശോധനകൾ ശക്തമാക്കാനും തീരുമാനമെടുത്തേക്കും. വാക്സിനേഷൻ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനം. അടുത്ത മാസം അവസാനത്തോടെ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ഉറപ്പാക്കും. മൂന്നാം തരംഗത്തെ നേരിടാൻ ആശുപത്രി സംവിധാനങ്ങൾ ശക്തമാക്കാനും സാധ്യത. ICU, വെന്റിലേറ്റർ എന്നിവ കൂട്ടാനും തീരുമാനമെടുത്തേക്കും. മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനിടെ അടിയന്തര യോഗം വിളിച്ച് പ്രധാനമന്ത്രി. കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതി വിലയിരുത്തും. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നതിനിടയിലെ ഇടവേളയായി 84 ദിവസം നിശ്ചയിച്ചത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. ഇടവേള നിശ്ചയിച്ചത് വാക്സിന്റെ ഫലപ്രാപ്തിയുമായി ബന്ധപ്പെട്ടാണോ അതോ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണോ എന്നറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. ജീവനക്കാർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകി 84 ദിവസം തികയുന്നതിനു മുൻപ് 2ാം ഡോസ് നൽകാൻ അനുമതി തേടിയുള്ള കിറ്റെക്സിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കോഴിക്കോട് നീന്തൽ സർട്ടിഫിക്കറ്റ് വിതരണം. സ്പോർട്സ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് വിതരണ കേന്ദ്രത്തിന് മുന്നിൽ കുട്ടികളുടെ നീണ്ട നിര. ഗ്രേസ് മാർക്കിന് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടെയാണ് കുട്ടികൾ കൂട്ടമായി എത്തിയത്. +2 പ്രവേശനത്തിന് നീന്തൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിനെതിരെ രക്ഷിതാക്കളും രംഗത്ത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിലെ ആശയക്കുഴപ്പം ഒഴിയാതെ അമേരിക്ക. ഓഗസ്റ്റ് 31 തന്നെ പൗരന്മാരെയെല്ലാം ഒഴിപ്പിക്കണമെന്ന താലിബാന്റെ അന്ത്യശാസനം പാലിക്കാനാകുമോ എന്നതിൽ ആശങ്കയിലാണ് സഖ്യകക്ഷികളും. ഇന്നു തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനമറിയിക്കും. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം ചർച്ച ചെയ്യാനുള്ള G7 ഉച്ചകോടിയും ഇന്ന് ചേരും. താലിബാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അംഗരാജ്യങ്ങൾക്ക് മേൽ ബ്രിട്ടൻ സമ്മർദ്ദം ചെലുത്തും. താലിബാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ ബ്രിട്ടൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. അഫ്ഗാനിലെ സ്ഥിതിഗതികൾ ചർച്ചാ വിഷയമായി. അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യുന്നതിനുള്ള UN മനുഷ്യാവകാശ കമ്മീഷൻ യോഗവും തുടരുകയാണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ സുരക്ഷാ മേധാവികളുടെ യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും. അഫ്ഗാൻ പശ്ചാത്തലത്തിൽ മേഖലയുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക അജിത് ഡോവൽ പങ്കുവയ്ക്കും. അഫ്ഗാനിൽ താലിബാൻ നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളെന്ന് വൈസ് പ്രസിഡന്റ് അമറുള്ള സലെ. അന്തറാബ് താഴ്വരയിലെ സ്ഥിതി ദയനീയമാണ്. ഭക്ഷണവും വെള്ളവും ഇന്ധനവും കൊണ്ടുവരാൻ പോലും അനുവദിക്കുന്നില്ല. ദൈവത്തിനു മാത്രമേ തന്നെ അഫ്ഗാനിൽ നിന്ന് ഒഴിപ്പിക്കാനാകൂ എന്നും അമറുള്ളയുടെ ട്വീറ്റ്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യയുടെ ദൗത്യം ഊർജിതം. കൂടുതൽ ആളുകളെ ഉടൻ തിരിച്ചെത്തിക്കാൻ ശ്രമം. അമേരിക്ക, ഖത്തർ, തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നാണ് ഒഴിപ്പിക്കൽ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തജിക്കിസ്ഥാനിലെത്തിച്ച 78 പേരുമായി എയർ ഇന്ത്യ വിമാനം ഡൽഹിയിലെത്തി. മലയാളിയായ കന്യാസ്ത്രീ തെരേസ ഉൾപ്പെടെ 25 ഇന്ത്യക്കാരും അഫ്ഗാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് സംഘത്തിൽ. അഫ്ഗാനിൽ നിന്നെത്തിച്ച സിഖ് മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിന്റെ പകർപ്പ് കേന്ദ്രമന്ത്രിമാർ ഏറ്റുവാങ്ങി. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ സഹായവുമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത്. 6 വിദേശ രാജ്യങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാമെന്ന് ഉറപ്പു നൽകി. അമേരിക്ക, ഖത്തർ എന്നിവയ്ക്ക് പുറമെ UAE, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹം കൈകോർത്ത് രക്ഷിക്കണമെന്ന ഇന്ത്യൻ ദൗത്യസംഘം രക്ഷപ്പെടുത്തിയ അഫ്ഗാൻ MP ഡോക്ടർ അനാർക്കലി കൗർ പ്രാണരക്ഷാർത്ഥം ഉടുവസ്ത്രം മാത്രം കയ്യിൽ കരുതിയാണ് ഇന്ത്യയിലെത്തിയത്. താലിബാൻ ഭരണം പിടിച്ചതോടെ എങ്ങനെയും രാജ്യം വിടാനാണ് ജനങ്ങൾ ശ്രമിക്കുന്നതെന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥ ആണെന്നും അനാർക്കലി കൗർ ന്യൂസ് 18 പറഞ്ഞു. താലിബാനെ തള്ളാതെ ജമാഅത്തെ ഇസ്ലാമി. അഫ്ഗാനിൽ നീതി പുലരുകയാണെങ്കിൽ ആ പക്ഷത്തുണ്ടാകുമെന്ന് ജമാഅത്തെ ഇസ്ലാമി. താലിബാൻ ചരിത്രം ആവർത്തിക്കുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ P. മുജീബ് റഹ്മാൻ. താലിബാന്റെ പേരിൽ ഇസ്ലാം ഭീതി വളർത്താൻ ശ്രമമെന്നും സാമ്രാജ്യത്വ അധിനിവേശം ഒന്നിനും പരിഹാരമല്ലെന്നും തെളിഞ്ഞുവെന്നും പ്രതികരണം. അഫ്ഗാനിലെ താലിബാൻ കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് പോപ്പുലർ ഫ്രണ്ട്. അമേരിക്കയ്ക്കെതിരെ നടന്ന വിയറ്റ്നാം മോഡൽ ചെറുത്തുനിൽപ്പാണിത്. ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുന്ന പുതിയ താലിബാനാണ് ഇപ്പോഴുള്ളതെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പ്രൊഫസർ P. കോയ
പറഞ്ഞു. താലിബാനുമായി നയതന്ത്ര ബന്ധമുണ്ടാക്കാനാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്നും പി കോയ ന്യൂസ് 18നോട് പറഞ്ഞു. താലിബാനെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പല വാർത്തകളും വിശ്വാസയോഗ്യമല്ലെന്നും പോപ്പുലർ ഫ്രണ്ട്. താലിബാനെ മുൻവിധിയോടെയല്ല കാണേണ്ടത്. സാഹചര്യം ഉപയോഗിക്കാൻ പാകിസ്ഥാന് ഇന്ത്യ ഇടം കൊടുക്കരുതെന്നും പി കോയ. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗവും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ CI ഐസക്. തെളിവുകൾ പരിശോധിച്ചാണ് തീരുമാനമെടുത്തത്. ജയിലിൽ അസുഖം ബാധിച്ച് മരിച്ചവരെ പോലും സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് തിരുത്തുകയാണ് ചെയ്തതെന്നും ഐസക് ന്യൂസ് 18നോട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി, ആലി മുസ്ലിയാർ എന്നിവരുൾപ്പെടെ മലബാർ കലാപത്തിൽ പങ്കെടുത്ത 387 പേരെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ചരിത്ര ഗവേഷണ കൗൺസിൽ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. രാഷ്ട്രീയ തീരുമാനമാണ് നീക്കത്തിന് പിന്നിലെന്നാണ് ഇടതുപക്ഷവും മുസ്ലിം ലീഗും പറയുന്നത്. മലബാർ കലാപം ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണെന്ന് ഡോക്ടർ KT ജലീൽ MLA. മതമല്ല മലബാർ കലാപത്തിന് ആധാരമായതെന്ന് ചരിത്രാധ്യാപകൻ കൂടിയായ TV ഇബ്രാഹിം MLA. RSSന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടമില്ലാത്തതുകൊണ്ട് അവർ ചരിത്രം തിരുത്താൻ ശ്രമിക്കുകയാണെന്നും TV ഇബ്രാഹിം. തീരുമാനം രാഷ്ട്രീയമായല്ല, പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് RSS BJP വിശദീകരണം. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുസ്ലിം ലീഗ് MPമാർ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിഴവ് തിരുത്തണമെന്നാവശ്യം. രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ചരിത്രം തിരുത്തരുത്. കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിലെ ജ്വലിക്കുന്ന ഓർമ്മയാണ് മലബാർ സമരമെന്നും MPമാർ. ചരിത്ര ഗവേഷണ കൗൺസിൽ തീരുമാനത്തിനെതിരെ മുൻ ചെയർമാൻ ഡോക്ടർ MGS നാരായണൻ. ചരിത്ര ഗവേഷണ കൗൺസിൽ രാഷ്ട്രീയ സംഘടനയാണെന്ന് MGS. മലബാർ കലാപത്തെ BJP നേതാക്കൾ താലിബാനോട് ഉപമിക്കുന്നതിന് ഒരടിസ്ഥാനവുമില്ല. കലാപം അടിസ്ഥാനപരമായി ഹിന്ദുവിരുദ്ധവും ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ളതുമാണെന്ന ICHR കണ്ടെത്തൽ തെറ്റാണെന്നും MGS നാരായണൻ. മലബാർ കലാപ വിവാദത്തിൽ പറഞ്ഞതിലുറച്ച് സ്പീക്കർ MP രാജേഷ്. താരതമ്യം ചെയ്തത് ഭഗത് സിംഗിന്റെയും വാര്യംകുന്നന്റെയും മരണത്തിലെ സമാനത. വെടിവെച്ച് കൊല്ലും മുമ്പ് കണ്ണുകെട്ടാതെ മുന്നിൽ നിന്ന് വെടിവെക്കണമെന്നാണ് വാര്യംകുന്നൻ പറഞ്ഞത്. തൂക്കിക്കൊല്ലുന്നതിന് പകരം വെടിവെച്ചാൽ മതിയെന്ന ഗവർണർക്ക് കത്തയച്ചയാളാണ് ഭഗത് സിംഗ്. വാര്യംകുന്നനെ മതഭ്രാന്തനായി ചിത്രീകരിക്കുന്നത് വസ്തുതാവിരുദ്ധമാണെന്നും രക്തസാക്ഷികളെ ഒഴിവാക്കാനുള്ള ചരിത്ര കൗൺസിൽ തീരുമാനം ചരിത്രവിരുദ്ധമെന്നും MP രാജേഷ്. മലബാർ കലാപം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമെന്ന് CPM. ബ്രിട്ടീഷ് മനോഭാവമുള്ളവരാണ് മലബാർ കലാപത്തെ ഇന്ന് വിമർശിക്കുന്നവർ. ചരിത്രത്തെ നിരാകരിക്കാനാകില്ലെന്നും പേര് വെട്ടിയാൽ മലബാർ കലാപം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാകില്ലെന്നും വിജയരാഘവൻ. മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഭഗത് സിംഗുമായി താരതമ്യം ചെയ്ത സ്പീക്കർ MP രാജേഷ് മാപ്പ് പറയണമെന്ന് യുവമോർച്ച. MP രാജേഷിന്റെ പാലക്കാട്ടെ വീട്ടിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. DCC അധ്യക്ഷ പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ തീരാതർക്കം. KPCC അധ്യക്ഷൻ K സുധാകരൻ ഡൽഹിയിലേക്ക്. ഗ്രൂപ്പുകളെ വെട്ടിനിരത്താനുള്ള നീക്കങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന കടുത്ത നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. DCC പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ ചേരിതിരിഞ്ഞ് നേതാക്കൾ തമ്മിൽ സൈബർ യുദ്ധം. കോൺഗ്രസ് സൈബർ ടീമിന്റെ ഔദ്യോഗിക FB പേജിൽ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും നേരെ അധിക്ഷേപം. കോൺഗ്രസിനെ നശിപ്പിക്കാനിറങ്ങിയ ചെന്നിത്തലയെ ചെകിടത്ത് അടിച്ച് പ്രവർത്തകർ പുറത്താക്കണമെന്ന് ആഹ്വാനം. പോസ്റ്റിനു താഴെയുള്ള കമന്റുകളിലും ചെന്നിത്തലയ്ക്ക് രൂക്ഷ വിമർശനം. സംഭവത്തിന് പിന്നിൽ ചില നേതാക്കൾ നിയമിച്ച സൈബർ ഗുണ്ടകളെന്ന I ഗ്രൂപ്പ്. ഈ കുബുദ്ധികൾക്കൊപ്പം കോൺഗ്രസ് സൈബർ ടീം പേജും ചേർന്നെന്നും ചെന്നിത്തല വിഭാഗം. ചേരിതിരിഞ്ഞുള്ള പോരാട്ടം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിൽ. സൈബർ പോരാട്ടത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. DCC പ്രസിഡന്റുമാരുമായി കൂടുതൽ യുവാക്കൾക്ക് പരിഗണന നൽകണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. സ്ത്രീ സാന്നിധ്യവും സാമുദായിക പരിഗണനയും കണക്കിലെടുത്ത് പട്ടികയിൽ മാറ്റം വരുത്തണമെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. ദേശീയ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. G22 നേതാക്കളെ വിമർശിച്ച് മുതിർന്ന നേതാവ് മല്ലികാർജുൻ ഖാർഗെ രംഗത്ത്. കോവിഡ് സമയത്ത് നേതാക്കൾ എവിടെയായിരുന്നെന്നും പാർട്ടിയെ നശിപ്പിക്കരുതെന്നും മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസിൽ തിരുത്തൽ ആവശ്യപ്പെട്ട നേതൃത്വത്തിന് G22 നേതാക്കൾ കത്തെഴുതി 1 വർഷം തികയുമ്പോഴാണ് ഖാർഗെയുടെ രൂക്ഷ വിമർശനം. പ്രതിപക്ഷ ഐക്യത്തിനായി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയും പ്രതിപക്ഷ ഐക്യനിരയും തമ്മിലാകുമെന്നതിൽ ഒരു സംശയവുമില്ലെന്നും ഖാർഗെ. പാർട്ടിക്ക് വേണ്ടി എല്ലാം നൽകിയവരാണ് തങ്ങളെന്ന കാര്യം ഖാർഗെ മറക്കരുതെന്ന് കപിൽ സിബൽ. പാർട്ടിയെ മെച്ചപ്പെടുത്താനാണ് ശ്രമമെന്നും കപിൽ സിബൽ.
ഖാർഗെയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന ശശി തരൂർ. ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള നേതാക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. നഗരസഭയിലെ CCTV ദൃശ്യം കസ്റ്റഡിയിലെടുക്കണമെന്ന ആവശ്യം. പ്രതിപക്ഷ കൗൺസിലർമാർ പോലീസിൽ പരാതി നൽകി. പണക്കിഴി വിവാദത്തിൽ നഗരസഭാ അധ്യക്ഷയുടെ രാജി ആവശ്യപ്പെട്ട് LDF അംഗങ്ങളുടെ അനിശ്ചിതകാല സമരം. നഗരസഭാ കാര്യാലയത്തിൽ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ച LDF കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചെയർപേഴ്സൺ രാജിവെക്കും വരെ സമരം തുടരാൻ പ്രതിപക്ഷ തീരുമാനം. നഗരസഭാ സൂപ്രണ്ട് ഓഫീസിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പിന്നീട് ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം മാറ്റി. രാജി ആവശ്യം ഉന്നയിച്ച് BJPയും PDPയും നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. പണക്കിഴി വിവാദത്തിൽ എറണാകുളം DCC തെളിവെടുപ്പ് ആരംഭിച്ചു. DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് മുൻപിൽ മൊഴി നൽകാൻ നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരും മൊഴി നൽകാനെത്തി. തൃക്കാക്കരയിലെ സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ആരോപണം സത്യമാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. സംഭവം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും റവന്യൂ മന്ത്രി. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണിൽ നിന്ന് 10,000 കൈപ്പറ്റിയിരുന്നുവെന്ന് കൂടുതൽ കോൺഗ്രസ് കൗൺസിലർമാർ. കവറിലുള്ളത് പണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നേരിട്ട് ചെയർപേഴ്സണിന്റെ കയ്യിൽ പണം മടക്കിക്കൊടുത്തുവെന്നും കൗൺസിലർമാർ ന്യൂസ് 18നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ കാലുവാരാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ VK മധുവിനെ CPM തരം താഴ്ത്തും. G. സ്റ്റീഫനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടിക്ക് നൽകി. നടപടി തീരുമാനിക്കാൻ വെള്ളിയാഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചേരും. VK മധുവിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നും നടപടി വേണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ VK മധു വിട്ടുനിന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ നേരിട്ടുള്ള ഇടപെടലും ഫലം കണ്ടില്ല. ജില്ലയിലെ പ്രധാന നേതാവായ മധുവിനെതിരെ കടുത്ത നടപടിയെടുക്കുന്ന കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായം ശക്തം. കൊല്ലത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ആത്മഹത്യ ചെയ്തു. മരിച്ചത് കുണ്ടറ കൈതക്കോട് കല്ലു സൗണ്ട്സ് ഉടമ സുരേഷ്. 47 വയസ്സായിരുന്നു. സുരേഷ് ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം ആരംഭിച്ചത് സ്വന്തം വസ്തുവും ഭാര്യയുടെ പേരിലുള്ള വസ്തുവും ജില്ലാ സഹകരണ ബാങ്കിലും അർബൻ ബാങ്കിലും ഈട് നൽകിയെടുത്ത ലോൺ ഉപയോഗിച്ച്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ തൊഴിലില്ലാതെ ആയതോടെ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്നു. ലോക്ഡൌൺ ആരംഭിച്ച ശേഷം സംസ്ഥാനത്ത് ഇതുവരെ ജീവനൊടുക്കിയത് 7 ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളാണ്. കണ്ണൂർ ചക്കരക്കല്ലിൽ യുവാവിനെ കൊന്ന് കനാലിൽ തള്ളിയ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തത് പനയത്താംപറമ്പ് സ്വദേശി പ്രശാന്തിനെ. കൊല്ലപ്പെട്ട ചക്കരക്കൽ സ്വദേശി പ്രജീഷിനെ കൊലപാതക സംഘത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പ്രശാന്താണെന്ന് അന്വേഷണ സംഘം. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ 16 വയസ്സുകാരിയെ കൊല്ലാൻ ശ്രമം. പെൺകുട്ടിയുടെ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കി. അയൽവാസിയായ യുവാവാണ് ആക്രമിച്ചതെന്ന് ബന്ധുക്കൾ. ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് മുട്ടിൽ മരമുറിക്കേസിൽ സർക്കാർ ആരെയും സംരക്ഷിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സമാന്തര അന്വേഷണവും നടപടികളും കേസിനെ ദുർബലപ്പെടുത്തും. NT സാജനെതിരെ തെളിവുണ്ടെങ്കിൽ അന്വേഷണശേഷം നടപടിയെടുക്കും. കേസിൽ പ്രതിപക്ഷ നേതാവ് ധർമ്മട ബന്ധം ആരോപിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി. മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഭീഷണി. മാനന്തവാടി സബ് ജയിലിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടെ മുഖ്യപ്രതി ആന്റോ അഗസ്റ്റിനാണ് ഭീഷണി മുഴക്കിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ P. ധനേഷ് കുമാർ, MK സമീർ എന്നിവരെ വെറുതെ വിടില്ലെന്ന് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പ്രതിയുടെ ഭീഷണി. നിരന്തരമായി വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകരെയും കണ്ടോളാമെന്നും ആന്റോ. ചോദ്യം ചെയ്യലിനിടെയാണ് ഭീഷണിയെന്ന അന്വേഷണ സംഘം. മുട്ടിൽ മരമുറിക്കേസിലെ മുഖ്യപ്രതികൾ 1 മാസത്തോളമായി ജയിലിൽ. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്രമന്ത്രി നാരായൺ റാണയെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരായ പരാമർശത്തിന്റെ പേരിലാണ് നടപടി.
പ്രൊഫസർ ഓംചേരി NN പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകളായ ആകസ്മികം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 1 ലക്ഷം രൂപയും മംഗളപത്രവും ഫലകവും സമ്മാനമായി ലഭിക്കും. കൊച്ചി ലഹരിമരുന്ന് കേസിലെ എക്സൈസ് രേഖകളിൽ ക്രമക്കേടെന്ന ആരോപണം. 1 കിലോ 996 ഗ്രാം MDMA പിടികൂടിയെങ്കിലും പ്രതികളുടെ പേരിൽ ഉൾപ്പെടുത്തിയത് 86 ഗ്രാം മാത്രം. 1 കിലോയിലധികം MDMA കണ്ടെത്തിയത് ഉടമസ്ഥരില്ലാതെയെന്ന് എക്സൈസിന്റെ മഹസ റിപ്പോർട്ടും FIR-ഉം. കേസിൽ പിടിയിലായ യുവതിയെ ചോദ്യം ചെയ്യാതെ വിട്ടയച്ചെന്നും ആക്ഷേപം. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടരുന്നു. നടപടികളിൽ വീഴ്ചയില്ലെന്ന എക്സൈസ്. അന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി. സംഘത്തിന് അന്തർസംസ്ഥാന ലഹരിമരുന്ന് മാഫിയകളുമായി ബന്ധം. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളിക്ക് തുടക്കം. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കുറിയും പുലിക്കളി ഓൺലൈനായി. ഫേസ്ബുക്കിൽ പുലിക്കളിയുടെ തത്സമയ സംപ്രേഷണവുമുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നേരിയ ഭൂചലനം. ഉച്ചയ്ക്ക് 12:30യോടെയാണ് റിക്ടർ സ്കെയിലിൽ 5.1 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ. ആന്ധ്രാ തീരത്തോട് ചേർന്നുള്ള മച്ചിലിപട്ടണമാണ് പ്രഭവ കേന്ദ്രം. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്നും ഇതിനാലാണ് കാര്യമായ നാശനഷ്ടം അനുഭവപ്പെടാതിരുന്നതെന്നും ഭൗമശാസ്ത്ര പഠന കേന്ദ്രം. രാജ്യത്ത് ഇന്ധനവിലയിൽ നേരിയ കുറവ്. പെട്രോളിന് 14 പൈസയും ഡീസലിന് 16 പൈസയുമാണ് കുറച്ചത്. ഇതോടെ കൊച്ചിയിൽ പെട്രോൾ വില 101 രൂപ 63 പൈസയായി. 93 രൂപ 74 പൈസയാണ് കൊച്ചിയിലെ ഡീസൽ വില. തിരുവനന്തപുരത്തെ പെട്രോൾ വില 103 രൂപ 69 പൈസയും ഡീസൽ വില 95 രൂപ 68 പൈസയും. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ചർച്ച വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സ്കോളർഷിപ്പ് നൽകേണ്ടത് ജനിച്ച സമുദായം നോക്കിയല്ല, വരുമാനം നോക്കിയാണെന്ന് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പ്രതികരണം. ഏത് സമുദായക്കാരായാലും വിദേശത്ത് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് എന്തിനാണ്? ഇല്ലാത്തവർക്കാണ് സ്കോളർഷിപ്പ് നൽകേണ്ടതെന്നും വെള്ളാപ്പള്ളി. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവുമായി മുന്നോട്ടു പോകുമെന്ന ദേശീയപാത അതോറിറ്റി. ടോൾ പിരിവ് തുടങ്ങിയത് അധികാരികളെ അറിയിച്ച ശേഷം. ടോൾ ബൂത്തിന് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കാനാകില്ലെന്നും ദേശീയപാത അതോറിറ്റി. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.